അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മുഴുവൻ വിശ്വാസികളും ഒരേ ദർജയിൽ അല്ല, വ്യത്യസ്ത ദർജകളിലാണ്, പദവികളിലാണ് വിശ്വാസി സമൂഹം ഉള്ളത്. ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് 3 വിഭാഗത്തെക്കുറിച്ച്. അതിലൊന്ന്, അവർക്ക് വേദഗ്രന്ഥം ലഭിച്ചിട്ടും ഈ മാർഗമേത് എന്ന് മനസ്സിലായിട്ടും സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരാണ്. മറ്റൊരു വിഭാഗമുള്ളത് നന്മയിൽ മുന്നേറുന്നവരാണ്. അതിനിടയിൽ ഒരു സമൂഹമുണ്ട്. അങ്ങനെ 3 വിഭാഗം. ഇത് ഒന്നിന് പിറകെ ഒന്നായി ഖുർആൻ പറയുമ്പോൾ ആദ്യം പറയുന്നത് ഈ ളുൽമ് ചെയ്ത ആളുകളെ കുറിച്ചാണ്. സ്വന്തത്തോട് അതിക്രമം കാണിച്ച ആളുകൾ, അവർക്ക് ലഭിച്ച മാർഗനിർദ്ദേശത്തെ പിൻപറ്റാതെ, അവർക്ക് ലഭിച്ച കിതാബിനെ പരിഗണിക്കാതെ, അവർ നിർബന്ധ കാര്യങ്ങളിൽ നിന്ന് അലസത കാണിക്കുകയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരു പക്ഷേ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ്. രണ്ടാമത് പറഞ്ഞത് മധ്യമ സമൂഹമാണ്. ഒന്നാമത് ളുൽമ് ചെയ്തവരെക്കുറിച്ച് പറയാൻ കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നതുകൊണ്ടാണ് എന്ന് ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് മധ്യമ നിലപാടുള്ളവരാണ്. അവരതിക്രമം ചെയ്യുന്നില്ല, സ്വന്തത്തോട് ളുൽമ് ചെയ്യുന്നില്ല, എന്നാൽ അവർ അടങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. അവർ ദീനീ പ്രവർത്തനങ്ങളിൽ ഉത്സാഹം കാണിക്കുന്നവരല്ല. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, അവരാണ് ഏറ്റവും കുറവ്. അതുകൊണ്ട് അവരെ ഒടുവിൽ പറഞ്ഞിരിക്കുന്നു, അവർ നന്മയിൽ മുന്നേറുന്നവരാണ്. അവർ സാബിഖും ബിൽ ഖൈറാത്ത്, നന്മയിൽ എല്ലാവരെയും മുൻകടക്കുന്നവരാണവർ എന്നാണ്. ഈ കൂട്ടരെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ. അങ്ങനെയാകണമെന്നാണ് ഖുർആൻ നമ്മളെല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, സാബിഖൂ, നിങ്ങൾ മറ്റുള്ളവരെ മുൻകടക്കുക, നിങ്ങൾ ഓടി വരിക, ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടി വരിക എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഏതു നേരവും സജീവമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നേറാനുള്ള താല്പര്യമാണ് നാം പ്രകടിപ്പിക്കേണ്ടത്. തിന്മയ്ക്കെതിരായുള്ള പ്രവർത്തനത്തിലും നന്മ കൽപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിലുമൊക്കെ എപ്പോഴും ഒന്നാമത്തെ സ്വഫിലെത്താൻ നമുക്ക് സാധിക്കണം. ജമാഅത്തായുള്ള നമസ്കാരത്തിൽ മാത്രമല്ല, എല്ലാ സൽക്കർമ്മങ്ങളിലും ഒന്നാമത്തെ സ്വഫിലെത്താൻ നമുക്ക് സാധിക്കണം. അതാണ് അനുഗ്രഹീതരായ ആളുകളുടെ സ്ഥാനം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.